ഇനിയിപ്പോൾ ശ്മശാനം പണിത തീർന്നു. ജനങ്ങളുടെ കണ്ണിൽ മേൽക്കൈ അവർക്കാ. ആ ഇതിപ്പോ സമരം ചെയ്ത് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് നമ്മള്. ശരിക്കും വല്ലഭേട്ടാ, നമ്മൾ ഈ സമരത്തിനൊന്നും നിൽക്കാതെ വല്ലഭേട്ടൻ പ്രസിഡന്റ് ആകുമ്പോൾ എല്ലാം അങ്ങ് ചെയ്ത് കാണിച്ചാൽ മതിയായിരുന്നു. ഈ പോക്ക് പോയ വല്ലഭേട്ട പ്രസിഡന്റ് ആവണമെങ്കിൽ ഓക്കെ ചാവണം. ആൾക്കാർ ഫുൾ അങ്ങർക്കല്ലേ കുത്തുള്ളൂ. ഇനി അവന്റെ ഒരു വാഗ്ദാനം നടപ്പിലാക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ആ ബസ് സർവീസ് ഇപ്പം അങ്ങ് നിൽക്കും. ശ്മശാനത്തിന് അവന്റെ ആളുകൾ എവിടെ സ്ഥലം അന്വേഷിച്ചു വന്നാലും അപ്പം മുടക്കിക്കോളണം. സ്ഥലമില്ല, സ്ഥലമില്ല, ശവപ്പറമ്പിന് സ്ഥലമില്ല, വിട്ടുതരില്ല, വിട്ടുതരില്ല, ഒരിഞ്ച് മണ്ണും വിട്ടുതരില്ല. Go back, go back, go back, go back. President, go back. President, go back. എന്ത് വൃത്തികേടാ ദാസ നിങ്ങൾ ഈ കാണിക്കണത്? ഈ സ്ഥലത്തിന്റെ ഓണർ ശ്മശാനത്തിന് തരാന്ന് പറഞ്ഞോണ്ടല്ലേ ഉദ്യോഗസ്ഥരത് കാണാമെന്നാ. അപ്പൊ നിങ്ങൾ ആളെ വിളിച്ചു കൂട്ടിയിട്ട് ഇതും നടത്തിക്കൂലേ? ആരെങ്കിലും സ്ഥലം തന്നെന്ന് പറഞ്ഞോണ്ട് അവിടെ കയറി എന്ത് കാണിക്കാന്നോ? ഒന്നാമത് ഈ സ്ഥലം ശ്മശാനത്തിനാന്നുള്ളായിരുന്നു നിങ്ങൾ ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ല. ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞൊന്നും കാര്യമില്ല. ജനങ്ങളെ തിങ്ങി പറക്കുന്ന സ്ഥല നടക്കൂല കേട്ടോ. നാട്ടിൽ നടക്കുന്ന വികസനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ മുടക്കണോ? ഈ വികസനം ഇവിടെ നടക്കത്തില്ല പ്രസിഡന്റ്. എന്റെ പൊന്ന് ദാസ, ശ്മശാനം വേണോന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ തന്നെയല്ലേ മുറവിളി കൂട്ടിയത്? അത് പഞ്ചായത്ത് നടപ്പാക്കാൻ പോകാൻ നേരത്ത് ഒപ്പം നിൽക്കല്ലേ വേണ്ടത്, അല്ലാതെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അത് മുടക്കാൻ നോക്കിയാണോ? അപ്പൊ നമ്മുടെ പഞ്ചായത്തിന് ശ്മശാനം വേണ്ടേ? എടാ, അപ്പൊ അതിന് ആളൊഴിഞ്ഞ സ്ഥലം കണ്ടുപിടിക്കണം. അല്ലാണ്ട് ഇവിടെ ആളുകളുടെ നെഞ്ചത്തുണ്ടോന്നിട്ടല്ല ശ്മശാനം പണിയണത്. എന്തൊക്കെ അസുഖങ്ങൾ വന്ന ആളുകൾ മരിക്കണത് അതല്ല ഇവിടെ കൊണ്ടുവന്നിട്ടല്ല പോയിക്കണത്. ആ പുക ഞങ്ങൾ വലിച്ചേറ്റണ്ടേ? ഞങ്ങളുടെ മക്കളുടെ ഭാവി കൂമ്പടേണ പണിയാ നിങ്ങൾ കാണിക്കുന്നത്. നടക്കിയല്ല. നിങ്ങളെ കെട്ടിയാൻ മരിച്ചപ്പോ പച്ചാള ശ്മശാനത്തിലല്ല കൊണ്ടുവച്ചത്. ആ പുക ചോദിച്ചാൽ അവിടെയുള്ള മക്കളുടെ കൂമ്പട അപ്പൊ നോക്കണായിരുന്നു. പ്രശ്നം ഉണ്ടെങ്കിൽ വിട്ടേക്ക് മെമ്പറേ. നാട്ടുകാർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്നേ. ഉദ്ഘാടനം കഴിഞ്ഞ് നിങ്ങളത് പോകും. ഞാൻ പിന്നെ ഇതിൻ്റെ പുറകെ അടക്കണം. സ്ഥലം അവിടെ കിടന്നോട്ട്. അതിന് തീറ്റ കൊടുക്കൊന്നും വേണ്ടല്ലോ. പറഞ്ഞൊക്കെ ശരിയാ. പഞ്ചായത്തിന് ഞാൻ ആ സ്ഥലം തരുന്നില്ല. മെമ്പർ വിട്ടോ. ശ്മശാനത്തിന് ഇപ്പോൾ ഒരു സ്ഥലം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്ക് വേറൊന്നും നോക്കാലോ. ഇത് രാഘവേട്ടനല്ലേ? രാഘവേട്ടനൊരു സ്ഥലമുണ്ട്, ചകിരിക്കുഴി, ചതുപ്പ. അതുകൊണ്ട് ഒരു പൊതുകാര്യമായതുകൊണ്ട് പെർമിഷൻ മേടിക്കാനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ മുപ്പര് സമ്മതിക്കണം. ആര് പറഞ്ഞു രാഘവട്ടം പറ്റില്ലാന്ന്? ചകിരിക്കുഴി പൊന്നാണ്, ഇല്ലെങ്കിൽ നമ്മൾ ആക്കിയെടുക്കും. അതേപോലത്തെ ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞ MLAക്ക് താല്പര്യം. പിന്നെ ആരെങ്കിലും വന്ന് പറഞ്ഞാലൊന്നും രാഘവട്ടം കേൾക്കൂല എന്നുള്ള കാര്യം പുള്ളിക്കാരന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളെ തന്നെ പറഞ്ഞയച്ചല്ലേ. പിന്നെ നടക്കാത്തൊരു കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്നുള്ള കാര്യം രാഘവട്ടനും അറിയാലോ. രാഘവട്ടാ, സ്ഥലം MLAയുടെ പേരിലായി കഴിഞ്ഞാൽ മൂപ്പരാതി ചെളിക്കുഴി എന്നുള്ള ചീഞ്ഞ പേരങ്ങ്. ചെളിക്കുഴി അല്ലടോ, ചകിരിക്കുഴി. പിന്നെ രാഘവട്ടാ, ഒരു ജനപ്രതിനിധി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളവരെ കൂടെ നിൽക്കണ്ടേ? ഇപ്പോൾ സ്ഥലം രാഘവട്ടൻ്റെ പറഞ്ഞ പൈസയും കിട്ടും. അപ്പോൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് രാഘവട്ട ആ സ്ഥലം എനിക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയ്യോ മോനെ അത് MLAക്ക് കൊടുത്തു പോയല്ലോ എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ.